ജീവിതത്തിൽ മക്കൾ നഷ്ടപ്പെട്ടവർ ഈ സദസ്സിലുണ്ട്. അല്ലാഹു ആ മക്കളെ സ്വർഗത്തിലേക്ക് അവരെ സ്വീകരിക്കാനുള്ള അതിഥികളായി ആതിഥേയരായി അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. ഗർഭത്തിലിരിക്കുമ്പോൾ മരിച്ചുപോയ മക്കള് ഒരു മാസമായപ്പോ ഒരു വയസ്സായപ്പോ 5 വയസ്സിൽ 7 വയസ്സിൽ 9 വയസ്സിൽ 10 വയസ്സിൽ ചെറുപ്പക്കാരൊക്കെ മരിച്ചുപോയെന്ന വളരെ ചെറിയ കുട്ടികളും വലിയവരും ഉമ്മമാർക്കുള്ള വേദന വലുതാണ്, ഭയങ്കരമാണ്. സർർ ബിൻ ഉമറുൽ ഹമദാനി റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നു. ഉമറുൽ ഹമദാനി തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രനാണ് മരിക്കുന്നത്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് അറിയുന്നത് മോൻ മരിച്ചിട്ടുണ്ട്. എല്ലാവരും കരയാണ്, വീട്ടുകാർ കരച്ചിലാണ്, പൊട്ടി കരയാണ്. കുഞ്ഞ് മരിച്ചതാണ് അവിടെ വിഷയം. സർ എന്ന പേരുള്ള കുഞ്ഞ്, വാപ്പയുടെ പേര് മഹാനായ പണ്ഡിതൻ ശൈഖ് ഉമറുൽ ഹമദാനി തങ്ങൾ. ചോദിച്ചു, എന്തിനാണ് ഈ കരച്ചിൽ? മാ യുബ്കീകും, എന്ത് നിങ്ങളെ കരയിപ്പിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? പറഞ്ഞു, മാത ദർ മരിച്ചു പോയിരിക്കുന്നു, ദർ നമ്മളോട് വേർപിരിഞ്ഞു പോയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ സ്തുതി പറയിൻ. വല്ലാഹി മാ ളലമനാ വലാ ഖഹറനാ വലാ ദഹബ ബിനാ ബിഹഖ്ൻ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. അല്ലാഹു നമ്മളെ ആക്രമിച്ചതല്ലല്ലോ, അല്ലാഹു നമ്മളെ കീഴ്പ്പെടുത്തിയതല്ലല്ലോ, അല്ലാഹു നമ്മുടെ ഒരവകാശവും എടുത്തുകൊണ്ടുപോയിട്ടുമില്ല. വമാ ഉരീദ ഗൈറുനാ ബിമാ ഹസല ലിദർറിൻ. ദർറാണ് മരിക്കാൻ അല്ലാഹു തീരുമാനിച്ചത്, അതുകൊണ്ട് ദർറിനത് സംഭവിച്ചു. നമ്മളാർക്കുമല്ല അല്ലാഹു തീരുമാനിച്ചത്, ദർറിനായിരുന്നു. ദർറെന്ന പൊന്നുമോനെ അല്ലാഹു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അല്ലാഹു കൊണ്ടുപോകുന്നു. അല്ലാഹു നമ്മളെ ആക്രമിച്ചിട്ടുണ്ടോ? അല്ലാഹു ഉദ്ദേശിച്ച ആളല്ലാതെ മറ്റൊരാൾക്കത് പിഴച്ചു വന്നതാണോ? അതുമല്ല, അല്ലാഹു ഉദ്ദേശിച്ചത് ദർറിനെ കൊണ്ടുപോകാനാ. അല്ലാഹു കൊണ്ടുപോയി. ഇതല്ലേ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാഹുവിനെ നമ്മൾ കുറ്റം പറയില്ല. മോനെ കുളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, കഫൻ ചെയ്തു, മോനെ നിസ്കരിച്ചു. മഖ്ബറയിലേക്ക് മറവു ചെയ്യാൻ കൊണ്ടുപോകുന്ന ഖബറിലേക്ക് മോനെ കൊണ്ടുപോകുമ്പോ ഖബറിലേക്ക് താഴ്ത്തിവെച്ച് കളഞ്ഞപ്പോ വാപ്പ ഉമറുൽ ഹമദാനി തങ്ങൾ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ കാണാം. റഹിമക്കല്ലാഹു യാ ബുനയ്യ, പൊന്നുമോനെ അല്ലാഹു മോനെ റഹ്മത്ത് ചെയ്യട്ടെ. ഖദ് കുൻത ബി ബറ, നീ എന്നോട് സ്നേഹത്തോടെ ജീവിച്ച മോനായിരുന്നു മോനെ. ദർറെ, നിനക്കെന്നോട് ബഹുമാനമുണ്ടായിരുന്നു. വകുൻതു ലക റാഹിമൻ, എനിക്ക് നിന്നോട് കാരുണ്യവുമുണ്ടായിരുന്നു. ഞാൻ കരുണയുള്ള ഒരു ഉപ്പയായിരുന്നു മോനെ. നീ ഉപ്പയെ സ്നേഹിച്ചിരുന്നൊരു മോനുമായിരുന്നല്ലോ. വമാ ലീ ഇലൈക മിൻ വഹ്ശ വലാ ഇലാ അഹദിൻ ബഅദല്ലാഹി ഫാഖ. മോനെ, നീ നഷ്ടപ്പെട്ടതിൽ എനിക്ക് വിഷമമില്ല. അല്ലാഹുവിനോടല്ലാതെ ഞാൻ എന്റെ വിഷമം പറയുന്നുമില്ല. വല്ലാഹി യാ ദർ മാ ദഹബ്തു ബിനാ ബിഇസ്ൻ. മോനെ, നിന്റെ മരണത്തോടുകൂടെ നീ ഞങ്ങളുടെ അഭിമാനം കൊണ്ടുപോയിട്ടില്ലല്ലോ. ഞങ്ങളുടെ അഭിമാനം ഇവിടെ തന്നെയുണ്ട്. വമാ ബഖൈത അലൈനാ മിൻ ദുല്ലിൻ. മോന്റെ മരണം കാരണം ഞങ്ങൾക്ക് ഒരു അപമാനവും മോൻ വരുത്തി വെച്ചിട്ടുമില്ലല്ലോ. അങ്ങനെ മരിക്കാൻ കഴിയണം. അല്ലാഹു നമ്മളൊക്കെ ആഖിറത്തിന്റെ ആ യാത്രയുടെ തുടക്കങ്ങളൊക്കെ നന്നാക്കി തരട്ടെ. ഗൾഫുകാരനായ ഒരു സുഹൃത്തെ കാർ ഷെഡിൽ ഇരുന്നിട്ട് വണ്ടി ഓൺ ചെയ്ത് നേരം പുലർന്ന് നോക്കുമ്പോൾ കാണുന്നത് കാറിന്റെ ഉള്ളിൽ ഒരു അന്യ പെണ്ണിനെയും കൂട്ടിയിരുത്തി കാറിന്റെ കാർബൺ ശ്വസിച്ച് മരിച്ചുപോയതാണ് നമ്മുടെ ഗൾഫ് നാട്ടിൽ സംഭവിച്ചത്. ആ മരണം കുടുംബത്തിന്റെ അപമാനം ബാക്കി വെച്ചു പോകുന്ന മരണമാണ്. കുടുംബത്തിന് അപമാനം ബാക്കി വെക്കുകയാണ്. മോൻ ഞങ്ങൾക്ക് അപമാനം ബാക്കി വെച്ചുകൊണ്ടല്ലോ പോകുന്നത്. മോനെ, ലഖദ് ശഗലനി വല്ലാഹിൽ ഹുസ്നു ലക അനിൽ ഹുസ്നി അലൈക. മോന്റെ നഷ്ടത്തിലുള്ള സങ്കടമല്ല മോനെ എന്റെ പ്രശ്നം. മോന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് വാപ്പാക്ക് വേദനയുണ്ട്. മോനെ ഖബറിൽ അല്ലാഹുവിന്റെ മലക്കുകളോട് ആൻസർ പറയാൻ പറ്റുമോ? മോന്റെ ഖബറിന്റെ ഉള്ളിൽ സ്വർഗമായിരിക്കുമോ നരകമായിരിക്കുമോ?
ഇതുള്ളൂ മോനെ എന്റെ വിഷമം. ലൗലാ ഹൗലുൽ മഹ്ശർ, നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന പരലോകത്തെ സംബന്ധിച്ചുള്ള പേടിയില്ലായിരുന്നുവെങ്കിൽ മോനെ നീ കടക്കുന്ന ഖബറിലേക്ക് വാപ്പയായ ഞാൻ വന്ന് കടക്കാൻ കൊതിച്ചു പോകുന്നു മോനെ. മരിക്കണല്ലോ, പരലോകമുണ്ടല്ലോ, വാപ്പതിന് ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ട് വാപ്പാക്ക് ഇപ്പൊ വരാൻ പറ്റുന്നില്ല. ശരി, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മോനെ നിന്നോട് മലക്കുകൾ വന്ന് ചോദിച്ചപ്പോ മാതാ അജബ്ത, നീ എന്താണ് ഉത്തരം കൊടുത്തത്? ഇത് വാപ്പാക്കൊന്നറിയാൻ ആഗ്രഹമുണ്ട് മോനെ. ഖബറിന്റെ അടുത്തിരുന്ന് ഇങ്ങനെ പറയാൻ, കരഞ്ഞുകൊണ്ട് കണ്ണുനീർ ചാടി രോമത്തിലൂടെ ഉറ്റിക്കൊണ്ടിരിക്കുമ്പോ ഉമറുൽ ഹമദാനി റഹ്മഹുള്ള കയ്യുയർത്തിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നക ഖദ് വഅസ്തനി സവാബ ഇൻ സബർത്, പടച്ചവനെ ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ, ക്ഷമ പാലിച്ചാൽ പ്രതിഫലം തരാമെന്ന് നീ കരാർ ചെയ്തിട്ടുണ്ടല്ലോ. اللهم ما وهبت له ما وهبت لي من خير فاجعله لذر ثلث مني. എന്റെ പൊന്നുമോൻ ജർറ മരിച്ചതിൽ ഞാൻ ക്ഷമിക്കുന്നുണ്ട്. ആ ക്ഷമക്ക് നീ എനിക്ക് തരാൻ പോകുന്ന പ്രതിഫലം, എന്റെ മകൻ ജർറ എന്നോട് നല്ല സ്നേഹത്തിൽ ജീവിച്ച മോനാണ്. ആ മോൻ എന്നോട് കാണിച്ച സ്നേഹത്തിന്റെ പ്രതിഫലമായി നീ എനിക്ക് തരാനുള്ളത് എന്റെ മോന് കൊടുത്തേക്കല്ലാ. അപ്പൊ പറയാം, എന്ത് വാപ്പയായി എനിക്ക് നീ തരാൻ നിശ്ചയിച്ച പ്രതിഫലം, മോൻ മരിച്ചപ്പോ ഞാൻ ക്ഷമിക്കുകയാണ് പടച്ചവനെ, അത് നീ എനിക്ക് തരാൻ നിശ്ചയിച്ച പ്രതിഫലമാണ്, അത് നീ എനിക്ക് തരണ്ട, എന്റെ മോന് കൊടുക്ക്. എന്തേ? അവൻ എന്നെ ഒരുപാട് സ്നേഹിച്ച മോനാണ്, അതുകൊണ്ട് ആ മോന് നീ കൊടുക്കണം പടച്ചവനെ. അല്ലാഹുമ്മ വതജാവസ് അൻഹു, എന്റെ മോനെ നീ പുറത്തു കൊടുക്കണേ. ഫഅൻത അർഹമു ബിഹി മിന്നി, ഞാൻ കാണിക്കുന്ന കാരുണ്യത്തെക്കാളും നിനക്കെന്റെ മോനോട് കരുണ ചെയ്യാൻ കഴിയുമല്ലോ. അല്ലാഹുമ്മ ഇന്നി ഖദ് വഹബ്തു ഇസാഅത ഫഹബ് ലഹു ഇസാഅത, എന്റെ മോനെ എന്തെങ്കിലും എനിക്കിഷ്ടമില്ലാത്തത് എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പുറത്തു കൊടുത്തിരിക്കുന്നു റബ്ബേ. പാപ്പ പറയാൻ മകന് വേണ്ടി. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ മോൻ നിന്നോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ മോനെ നീ പുറത്തു കൊടുക്ക്. എന്റെ മോൻ എന്നോട് ചെയ്ത് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട് പടച്ചവനെ, അതിന് പകരം നീ എന്ത് ചെയ്യണം? എന്റെ മോനെ നീ പുറത്തു കൊടുക്കും പടച്ചവനെ. നീ എന്നെക്കാളും ഔദാര്യം ചെയ്യാൻ കഴിയുന്നവനല്ലോ അല്ലാഹ്, നീയാൻ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യാനും കഴിയുന്നത്. ഈ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞ് കണ്ണുനീരുകൾ താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഉറ്റിക്കൊണ്ടിരിക്കാൻ അങ്ങനെ തിരിച്ചു പോകുന്ന ഉമറുൽ ഹമദാനി റളിയല്ലാഹു അൻഹു. അങ്ങനെയൊക്കെയുള്ളൊരു മനസ്സ് നമുക്ക് കിട്ടുമോ? ഒരു വലിയൊരു ട്രാജഡി ജീവിതത്തിൽ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയോ? ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ കഴിയുമോ? അല്ലാഹു നമ്മുടെ മനസ്സിന് ഉറപ്പു തരട്ടെ.